ഹായ് ഗേസ്, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡും കൂടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ. പുറത്ത് നിന്ന ശ്രീയുടെ ഉള്ളിൽ അറിയാതെ ഭയം ചേക്കേറി. പെട്ടെന്നൊന്നും ഓർമ്മിക്കാൻ പാടില്ലാത്ത ഒരു ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. മൈമുനയും കുഞ്ഞും. ആ കുഞ്ഞിനെ ലാളിക്കാൻ സന്തോഷത്തോടെ കാത്തിരുന്നവർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ കുഞ്ഞും അമ്മയും ഈ ലോകം വിട്ട് തന്നെ പോയി. എന്തുകൊണ്ട് ആ നിമിഷം അവൻ്റെ മനസ്സ് വല്ലാതെ വീങ്ങിപ്പിടഞ്ഞു പോയി. അവർ ഈ ഭൂമി വിട്ട് പോയെന്നുള്ള അറിവ് എത്രത്തോളം മുസാഫിനെ തകർത്ത് കളഞ്ഞെന്ന് ഇപ്പോഴാണ് ശ്രീക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ശ്രീ നെഞ്ചിൽ കൈചേർത്തു. ഭഗവാനെ, അമ്മയെയും കുഞ്ഞിനെയും യാതൊരാപത്തും കൂടെ നിങ്ങൾ തന്നേക്കണേ. രണ്ടമ്മമാരുമുള്ളൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തു തന്നെയുണ്ട്. ആദ്യോടെ അവരെങ്ങനെ പുറത്ത് കാത്തു നിന്നു. പിന്നെയും മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞിളം പൈതലിനെ കയ്യിൽ സിസ്റ്റർ കൊണ്ട് കൊടുക്കുമ്പോൾ ശ്രീ കരയുകയായിരുന്നു. സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ. കുഞ്ഞിനെ അവൻ കണ്ണുമിച്ചിമാതെ നോക്കി. അവന് തോന്നി കുഞ്ഞ് കൃഷ്ണയെപ്പോലെ തന്നെയാണെന്ന്. പിന്നെ ഒന്നുകൂടി നോക്കിയപ്പോൾ തന്നെ പോലെ ഇരിക്കുകയാണെന്ന് തോന്നി. അതിൻ്റെ കൂടെ അമ്മമാരുടെ വക പറച്ചിൽ കൂടി ആയപ്പോൾ എല്ലാം തികഞ്ഞു. നോക്കിയേ, മോൾ ശ്രീയെ പറിച്ചു വെച്ചതുപോലെ. മോളെ കണ്ട് സമാധാനമായി. ഇനി വേണ്ടത് അമ്മയെ കാണണം. കൃഷ്ണയ്ക്ക് കുഴപ്പമില്ല എന്ന് സിസ്റ്റർ പറഞ്ഞെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ സമാധാനമായേനെ. അവരോട് ചോദിച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കയറി കാണാമെന്ന് പറഞ്ഞു. അതോടെ കുറച്ച് സമാധാനമായി. കുറച്ച് കഴിഞ്ഞതും ശ്രീക്ക് അകത്ത് കിടന്ന കൃഷ്ണയെ കാണാൻ പറ്റി. ക്ഷീണിച്ച് മയങ്ങുന്ന കൃഷ്ണയെ കണ്ടതും നല്ല വിഷമം തോന്നി. കുനിഞ്ഞവിടെ നിറകിയിൽ അതിരങ്ങൾ ചേർക്കുമ്പോൾ കൃഷ്ണ പതിയെ കണ്ണു തുറന്നു. പാവം, ഒരുപാട് വേദനിച്ചു. ശ്രീ അലിവോട് അവളെ നോക്കി. പക്ഷേ ആ ക്ഷീണത്തിലും സാന്ത്വനം പോലെ അവിടെ മുഖത്ത് ഒരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു കണ്ടപ്പോൾ ശ്രീക്ക് സമാധാനമായി. കുറച്ച് കഴിഞ്ഞതോടെ കൃഷ്ണയെ റൂമിലേക്ക് കൊണ്ടുവന്നു. വീൽചെയറിൽ കൊണ്ടുവന്ന് കൃഷ്ണയെ കട്ടിലിരിക്കാൻ വല്ലാതെ പാടുപെട്ടു. യോനി ഭാഗത്ത് സ്റ്റിച്ചുകൾ അത്രയ്ക്കും വേദന നൽകുന്നുണ്ടായിരുന്നു. ശ്രീ പെട്ടെന്ന് അവളെ താങ്ങി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. താങ്ങിയെടുത്ത് പതുക്കെ കട്ടിലേക്ക് കിടത്തി. വേദന കൊണ്ട് കൃഷ്ണ പിടയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞത് മോളെയും കൊണ്ടുവന്ന് കൃഷ്ണക്കരിയിൽ കിടത്തി. അവൾ കണ്ണുമിഴിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി. പിന്നെ വിശന്നിട്ടെന്നോണം കരയാൻ തുടങ്ങി. കൃഷ്ണ അലിവോടെ കുഞ്ഞിനെ നോക്കി. അപ്പോഴേക്കും വന്നു അമ്മമാരുടെ വക. കുഞ്ഞിനെ വിശന്നിട്ടത് പാല് കൊടുക്കൂ. ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ കൃഷ്ണയ്ക്ക് പാടുപെടേണ്ടി വന്നു. എങ്കിലും പതുക്കെ ചരിഞ്ഞു കിടന്ന് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ പാലില്ലാത്തതിനാൽ കുഞ്ഞ് കരച്ചിലോടെ കരച്ചിൽ. 24 മണിക്കൂറായിട്ട് ആഹാരമൊന്നും കഴിക്കാതെ കിടക്കുന്ന അമ്മയുടെ ശരീരത്തിൽ എവിടെ പാല് കാണാനാണ്? അവസാനം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ശ്രീ പോയി ഡോക്ടറോട് ചോദിച്ച് തൽക്കാലം വിശപ്പിന് ലാക്ടോജൻ കൊടുക്കാൻ ഡോക്ടർ സമ്മതിച്ചു. കുടിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഇതൊരു സ്ഥിരം പരിപാടിയാക്കണ്ട. നാളത്തോടെ വീട്ടിൽ പോകാം. സ്റ്റിച്ചൊക്കെ ചൂടുവെള്ളം ഇടുമ്പോൾ തനിയെ ഇളകിപ്പോയിക്കോളും. അതിനെ എടുക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വരണമെന്നില്ല. 3 മാസം കഴിയുമ്പോൾ അമ്മയെ ഒന്ന് കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്യണം. കുഞ്ഞിനെ നാളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് BCG കൂടി എടുത്തിട്ട് കൊണ്ടുപോകണം. പോകും മുമ്പ് വാക്സിനേഷൻ ചാർട്ട് തരും. അത് നോക്കി അതാത് സമയങ്ങളിൽ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുപ്പിക്കണം. പിന്നെ ഒരുപാട് ചോറും അതും ഇതും വാരിക്കൊടുത്ത് വണ്ണം വെപ്പിക്കണ്ട. നല്ല പോഷകമുള്ള ഭക്ഷണം കഴിച്ച് കുഞ്ഞിന് പാല് കൊടുക്കണം. ഡോക്ടർ പറയുന്നതെല്ലാം ശ്രീ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നിട്ട് ശ്രീ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീയുടെ ഡോക്ടർ പറഞ്ഞു, എങ്കിൽ പിന്നെ ശ്രീക്ക് പോകാം. ശ്രീ പതുക്കെ ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പാൽപ്പൊടി വാങ്ങി അമ്മമാരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. കൃഷ്ണയെ നോക്കി. പാവം, വീണ്ടും ഉറക്കമായിരിക്കുന്നു. അമ്മമാർ രണ്ടും കുഞ്ഞിനെ കൊണ്ടിടന്ന് പാല് കോരി കൊടുത്തു. വിശപ്പടങ്ങിയിട്ട് ശ്രീ കയ്യിൽ കൊടുത്തു. വിശപ്പടക്കിയിട്ട് ശ്രീയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. ശ്രീ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സ്നേഹത്തോടെ ആ നെറുകയിലേക്ക് ചുണ്ട് ചേർത്തു. എത്ര നാളത്തെ കാത്തിരിപ്പിൻ്റെ പുണ്യമാണ് ഈ കയ്യിലിരിക്കുന്നത്. എൻ്റെയും കൃഷ്ണയുടെയും ജീവനൂറിയ എൻ്റെ പൊന്നുമകൾ. പെട്ടെന്ന് എന്തുകൊണ്ട് ശ്രീയുടെ മുന്നിലേക്ക് മുസാഫറിൻ്റെ മുഖം ഓർമ്മ വന്നു. പാവം, ആ മകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 6-7 മാസം കണ്ടേനെ. ഇതേ സമയം മുസാഫർ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റു. അത് ഇതായിരുന്നു. നിറയെ മുത്തുപതിപ്പിച്ച കുലിസിട്ട ഒരു കുഞ്ഞിക്കാൽ പിച്ച വെച്ച് നടക്കുന്നത്. അവൻ 4 പാടും തിരഞ്ഞു ആ കുഞ്ഞിനെ. പിന്നെ മുഖം പൊട്ടി കരഞ്ഞു. മുസാഫറിൻ്റെ കരച്ചിൽ കേട്ട് ഉമ്മയും ഇത്തൂസും ഓടിയെത്തി. ഇത്തൂസ് അവനെ ചേർത്ത് പിടിച്ചു. അതോടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. കരച്ചിലിനൊടുവിൽ അവൻ ചോദിച്ച ചോദ്യം രണ്ടുപേരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഇനി ഒരിക്കലും മൈമുനയും മോളും തിരിച്ചു വരികയില്ല അല്ലേ ഉമ്മ? രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ മുസാഫർ നോർമലായോ എന്നൊരു ചോദ്യം രണ്ടുപേരുടെയും കണ്ണിൽ പ്രതിഫലിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് നൽകാൻ? പെട്ടെന്ന് സ്വയമുള്ള ആ ചോദ്യത്തിനോടൊപ്പം അവൻ്റെ മുന്നിൽ മറ്റൊരു മുഖം തെളിഞ്ഞു വന്നു. കൃഷ്ണ, എൻ്റെ കൃഷ്ണ. ആ തെറ്റ്,
അതാണോ തനിക്ക് ശിക്ഷ കിട്ടാൻ തക്കവണ്ണം കാരണമായത്? എൻ്റെ കുഞ്ഞിപ്പോൾ അവിടെ വയറ്റിൽ, അവളിവിടെ പ്രസവിച്ച് കാണില്ലേ? എൻ്റെ മോളിപ്പോൾ ഈ ഭൂമിയിൽ പിറന്നിട്ടുണ്ടാകും. അതോർത്തതും പുതിയൊരു ജീവൻ തന്നിൽ തുടിച്ചതുപോലെ അവന് തോന്നി. കുറച്ചു നേരം കൂടി യത്തൂസിനോട് ചേർന്ന് മുസാഫർ അങ്ങനെയായിരുന്നു. അവർക്ക് മനസ്സിലായി, 1 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. മുസാഫർ സാധാരണ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. രണ്ടുപേരും അള്ളാഹുവിന് നന്ദി പറഞ്ഞു. പക്ഷേ ഇപ്പോഴും മുസാഫറിൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രതിഫലനം ഇട്ടുകൊണ്ട് കൃഷ്ണയും ആ മകളുമുണ്ട്. ഇനി എന്തായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്കറിയാം, ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. മുസാഫറിൻ്റെ കൃഷ്ണയുടെയും കുഞ്ഞ് ഈ ഭൂമിയിലില്ല. ഇപ്പോഴുള്ള കുഞ്ഞ് ശ്രീയുടേതാണ്. പക്ഷേ മുസാഫറിൻ്റെ കണ്ണിലൂടെ മുസാഫർ നോക്കുമ്പോൾ ആ കുഞ്ഞ് അവൻ്റെ കുഞ്ഞാണ്. ഇനി എന്തായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ബൈ.